വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് ഷാർജ ഷേക്കും പപ്സും ഒക്കെ അല്ലേ. നമ്മൾ ഈ കേരളം വിട്ടാലോ ഈ ഒരു കോമ്പിനേഷൻ കിട്ടാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ പൊള്ളുന്ന വേനലിൽ നല്ല ചിൽഡ് ആയിട്ടുള്ള ഷേക്കും നല്ല ചൂട് പപ്സും കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ? അതേ കൂട്ടുകാരെ, ഒരു അടിപൊളി ട്രിവാൻഡ്രം സ്പെഷ്യൽ ചോക്ലേറ്റ് ഷാർജ ഷേക്കിന്റെ ഒരു വമ്പൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയോടുകൂടെ ഈ ഒരു ഷേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കവറ് നല്ല ഫ്രോസൺ ആയിട്ടുള്ള പാസ്ചറൈസ്ഡ് മിൽക്ക് ആണേ. നിങ്ങളുടെ കൈവശം പാസ്ചറൈസ്ഡ് മിൽക്ക് ഇല്ല, സാധാ മിൽക്കാണുള്ളതെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ പാല് തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ, 2 പൂവൻ പഴം, പുളിയില്ലാത്ത പഴം നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ചെറിയ ഒരു 5 പീസ് മിൽക്ക് ചോക്ലേറ്റ്, ബൂസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഫസ്റ്റ് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ചോക്ലേറ്റും ഒരു മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം അവ ഒന്ന് പൊടിച്ചെടുക്കാം. തുടർന്ന് ഇതിലേക്ക് പഴവും ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണേ. അടുത്തതായിട്ട് നമ്മുടെ ഫ്രോസൺ മിൽക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി റോളർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. തുടർന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലോണം അതൊന്ന് അടിച്ചെടുത്തേക്കണേ. ഇച്ചിരി മെൽറ്റഡ് ആയിട്ടുള്ള പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഷേക്കിന്റെ ടെക്സ്ചർ തീരെ ലൂസായി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പാല് നല്ലോണം ഫ്രീസ് ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിൽ ഒരല്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഷേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തുടർന്ന് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഗ്രേറ്റഡ് ചോക്ലേറ്റും നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും അതിന്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫൈനലി നമ്മുടെ ചോക്ലേറ്റ് ഷാർജ ഷേക്ക് ഇവിടെ റെഡി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്ര സിമ്പിൾ ആയിട്ടാ ബേക്കറി സ്റ്റൈൽ ട്രിവാൻഡ്രം സ്പെഷ്യൽ ചോക്ലേറ്റ് ഷാർജ ഷേക്ക് തയ്യാറാക്കിയതെന്ന് കണ്ടോ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കാൻ ഈ ഒരു ഡ്രിങ്ക് സൂപ്പർ ആണേ. ഇനി ഷേക്ക് കുടിക്കാൻ തോന്നുമ്പോൾ ആരും വലിയ വില കൊടുത്ത് കടകളിൽ പോയി തിരക്കൊന്നും കൂട്ടണ്ട. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കിയേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഷേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കാം. Stay tuned for another video. Thanks for watching. It's your Honeybee. Just do like, share and subscribe.